എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ബോറോൺ ഫാമിലി ആൻഡ് കാർബൺ ഫാമിലി ഗ്രൂപ്പ് 13 ഗ്രൂപ്പ് 14 അതിൻ്റെ പ്രോപ്പർട്ടീസ് ഒരുമിച്ചാണ് പഠിക്കുന്നത് നമ്മൾ. ബോറോൺ ഫാമിലി എന്ന് പറയുമ്പോൾ ബോറോൺ, അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം. കാർബൺ ഫാമിലിയിൽ കാർബൺ, സിലിക്കൺ, ജെർമേനിയം, ടിൻ, ലെഡ്. ഇതിലെ പുതുതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള സിന്തറ്റിക് എലമെൻസിനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല. അല്ലാത്ത എലമെൻസാണ് ഞാൻ പറഞ്ഞത്. ബോറോൺ ഫാമിലിയിൽ നമ്മൾ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ നോക്കുകയാണെങ്കിൽ കറസ്പോണ്ടിങ് നോബിൾ ഗ്യാസ് കോൺഫിഗറേഷൻ പ്ലസ് 2s2 2p1, 3s2 3p1, 3d10 4s2 4p1 അങ്ങനെ വരും. ജനറലി വാലൻസ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ns2 np1 ആയിരിക്കും ബോറോൺ ഫാമിലി. അതേപോലെ കാർബൺ ഫാമിലിക്ക് ns2 np2 ആയിരിക്കും കാർബൺ ഫാമിലിക്ക്. ദെൻ പ്രോപ്പർട്ടീസിൽ നോക്കുമ്പം ബോറോൺ ഫാമിലിയിൽ ബോറോൺ ഒരു മെറ്റലോയിഡാണ്. അതിന് നോൺ മെറ്റൽ ക്യാരക്ടറിസ്റ്റിക് ആയിരിക്കും കൂടുതൽ, മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക് കുറവായിരിക്കും. ഒരു സെമി മെറ്റൽ പോലെയായിരിക്കും അതിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടാവുക. ദെൻ ബാക്കിയുള്ള റിമൈനിങ് 4 എലമെൻറ്റ്സ് മെറ്റൽസ് തന്നെയായിരിക്കും. 3 ഇലക്ട്രോൺസ്, 2 ഇലക്ട്രോൺ എസ്സിലെയും 1 ഇലക്ട്രോൺ പിയിലെയും. 3 ഇലക്ട്രോൺസ് ആയിരിക്കും അതിൻ്റെ ഔട്ടർ ഷെല്ലിൽ ഉണ്ടാവുക. അത് റിയാക്റ്റീവ് ആയിരിക്കും. ദെൻ പ്രോപ്പർട്ടീസ് ഓഫ് കാർബൺ ഫാമിലി നോക്കുമ്പോൾ കാർബൺ എന്ന് പറയുന്നത് ഒരു നോൺ മെറ്റലാണ്. ദെൻ സിലിക്കൺ, ജെർമേനിയം നോൺ മെറ്റൽ ക്യാരക്ടറിസ്റ്റിക്സും മെറ്റാലിക് ക്യാരക്ടറിസ്റ്റിക്സും, അതുകൊണ്ട് തന്നെ സെമി മെറ്റൽ അല്ലെങ്കിൽ മെറ്റലോയിഡ് ആയിരിക്കും. ബാക്കിയുള്ള ടിൻ, ലെഡ് ഒക്കെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ആയിരിക്കും. 4 ഇലക്ട്രോൺസ് ഇൻ ദെയർ ഔട്ടർ ലെവൽ. റിയാക്ടിവിറ്റി പല തരത്തിലുള്ള പ്രോപ്പർട്ടീസ് ആയിരിക്കും. നമുക്ക് പോകെ അതിൻ്റെ ഓരോ പ്രോപ്പർട്ടീസും നോക്കാം. ഫസ്റ്റ് വൺ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ ഞാൻ പറഞ്ഞു. പിന്നെ അടുത്തത് ആറ്റോമിക് റേഡിയൈ. ആറ്റോമിക് റേഡിയൈ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. കാർബൺ ഫാമിലി, ബോറോൺ ഫാമിലി. ഇവിടെ ബോറോൺ ഫാമിലിയിൽ നോക്കുമ്പോൾ ആസ് വി മൂവ് ഡൗൺ ദ പീരിയോഡിക് ടേബിൾ അറ്റോമിക് റേഡിയസ് ആൻഡ് അയോണിക് റേഡിയസ് ഇൻക്രീസസ് എക്സെപ്റ്റ് ഗാലിയം. ഇതിൻ്റെ വാല്യൂസ് നോക്കുക. 85, 143, ദെൻ 135 കുറഞ്ഞു, ദെൻ 166, 171. ഗാലിയത്തിൽ മാത്രം ഒരു ഇറഗുലാരിറ്റി ഉണ്ട്. അതിൻ്റെ കാരണം ഇവിടെ 2s2 2p2, 3s2 3p2, 3p2 വരെ ആയിട്ടുള്ളൂ. ഡിയിലേക്ക് ഫില്ല് ചെയ്തിട്ടില്ല. ഇവിടെ ആകുമ്പോഴേക്ക് 3d10 കഴിഞ്ഞിട്ടാണ് 4s2 4p1 വരിക. അപ്പോൾ 3d10 പുതുതായിട്ടുള്ള ഡിയിൽ ഇലക്ട്രോൺസ് വരുമ്പോൾ അതിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം അതിന് ന്യൂക്ലിയസ് കുറച്ചുകൂടെ അടുത്തേക്ക് അതിൻ്റെ ഔട്ടർ ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്യും. അതിന് ഷീൽഡിങ് കുറവായതുകൊണ്ട്. പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണമാണ് ഗാലിയത്തിൽ അറ്റോമിക് റേഡിയൈ കുറയാൻ കാരണം. ഓക്കെ. ദെൻ കാർബണിൻ്റെ കേസിൽ അതേപോലെ തന്നെ നോക്കുക. കാർബണിൻ്റെ കേസിൽ സിലിക്കണും ജെർമേനിയം തമ്മിലുള്ള റേഡിയയിൽ വലിയ വ്യത്യാസമില്ല. അതിൻ്റെ കാരണം പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഡി ഇലക്ട്രോൺസ്. അതേപോലെ തന്നെ ഇവിടെ നോക്കുക. ഈ അലൂമിനിയം, അതായത് ഗാലിയം കഴിഞ്ഞിട്ടുള്ളതൊക്കെ നോക്കുക. ഇവിടെയൊക്കെ ഡി ഇലക്ട്രോൺസും എഫ് ഇലക്ട്രോൺസും ഉള്ളത് കൊണ്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര ഒരു ഡിഫറൻസ് കാണില്ല. കാരണം അവിടെയൊക്കെ പുവർ ഷീൽഡിങ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് വരും. പക്ഷെ ഫസ്റ്റ് ടു സെക്കൻഡിൽ നിങ്ങൾക്ക് ആ പ്രശ്നം കാണാൻ പറ്റില്ല. ഓക്കെ. ആ സെക്കൻഡ് കഴിഞ്ഞിട്ടാണ് ഡി ഇലക്ട്രോൺസ് വരിക, അവസാനത്തിലേക്കാണ് എഫ് ഇലക്ട്രോൺസ് വരിക. അതുകൊണ്ടൊക്കെയാണ് നമുക്ക് ഈ പല പ്രോപ്പർട്ടീസും ഇറഗുലർ ട്രെൻഡ് കാണിക്കാനുള്ള കാരണം ഈ ഒരു പുവർ ഷീൽഡിങ് എഫക്റ്റാണ്. ഡി ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിങ്, എഫ് ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിങ് കാരണം നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു റേഡിയോ ആയിരിക്കില്ല നമുക്ക് ഈ ഗ്രൂപ്പ് 13ലും ഗ്രൂപ്പ് 14ലും കാണാൻ പറ്റുക. ദെൻ ഡെൻസിറ്റി. ഡെൻസിറ്റിയിൽ ഡെൻസിറ്റി വാല്യൂസ് ഫോർ ബോറോൺ ഫാമിലി എന്ന് പറയുന്നത് 2.35, 2.7, 5.9 റെഗുലറായിട്ട് ഇൻക്രീസ് ചെയ്ത് വരികയാണ്.
സോ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഡെൻസിറ്റി എന്ന് പറയുന്നത് മാസ് ബൈ വോളിയം ഫ്രാക്ഷൻ. സോ താഴേക്ക് വരുന്നതിനനുസരിച്ച് മാസ് ഇൻക്രീസ് ചെയ്യും, വോളിയത്തിനൊപ്പം മാസും ഇൻക്രീസ് ചെയ്യും. സോ മാസ് ആണ് ഇവിടെ പ്രൊഡോമിനൻറ്റ് ഫാക്ടറായി വരുന്നതുകൊണ്ട് ഡെൻസിറ്റിയും കൂടും. പക്ഷേ കാർബൺ ഫാമിലിയിൽ നോക്കുമ്പോൾ രണ്ടാമത്തെ ആൾ സിലിക്കണിൻ്റെ കേസിൽ ഡെൻസിറ്റി കുറയാണ് ചെയ്യുന്നത്. അവിടെ അതിനുള്ള കാരണം അവിടെ വോളിയം ഇൻക്രീസ് ആണ് അവിടെ പ്രിഡോമിനൻ്റ് ആയിട്ട് വരുന്നത് ദാൻ മാസ്. സോ മാസ് ബൈ വോളിയത്തിൽ വോളിയം പ്രിഡോമിനൻറ്റ് ഫാക്ടറായിട്ട് വരുമ്പോഴേക്ക് ഡെൻസിറ്റി കുറയും. ഓക്കെ, ദെൻ അയോണൈസേഷൻ എൻതാൽപ്പി. സോ അയണൈസേഷൻ എൻതാൽപ്പിയുടെ ഡെഫിനിഷനൊന്നും ഇനി റിപ്പീറ്റ് ചെയ്യേണ്ട കാര്യമില്ല. ഔട്ടർ മോസ്റ്റിലുള്ള ഒരു ഇലക്ട്രോണിന് നമുക്ക് എടുക്കാൻ വേണ്ടുന്ന എനർജി. സോ അയണൈസേഷൻ എനർജി ബോറോൺ ഫാമിലിയിൽ നോക്കുമ്പോൾ ഒരു ഇറഗുലർ ട്രെൻഡാണ് നമുക്ക് കാണുന്നത്. കാരണം 800 താഴേക്ക് പോകുന്നതിനനുസരിച്ച്, സൈസ് കൂടുന്നതിനനുസരിച്ച് അയണൈസേഷൻ എനർജി കുറച്ച് മതി എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. സോ ഇവിടെ 800, 557, 577, 578 ഒന്ന് കൂടി, പിന്നെ കുറഞ്ഞു, പിന്നെ കൂടി. സോ ഒരു ഇറഗുലർ ട്രെൻഡാണ്. അതിൻ്റെയൊക്കെ കാരണം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ആണ്. സോ ഷീൽഡിംഗ് എഫക്റ്റ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ന്യൂക്ലിയസിന് വാലൻസ് ഇലക്ട്രോൺസിനെ കൂടുതൽ എഫക്റ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്യാൻ പറ്റും. അട്രാക്റ്റ് ചെയ്യുമ്പം അത് കൂടുതൽ അടുത്തേക്ക് നിൽക്കും, ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് ഇലക്ട്രോൺസ് നിൽക്കും. കുറച്ചുകൂടെ എനർജി അധികം വേണ്ടി വരും നമുക്ക് ഇലക്ട്രോൺസിനെ പുറത്താക്കാൻ, ഒരു ഇലക്ട്രോണിനെ പുറത്താക്കാൻ വേണ്ടിയിട്ട്. സോ ഇവിടെ ഈ ലാസ്റ്റ് കേസിൽ ഇൻഡിയം താലിയം നോക്കുക. ഇൻഡിയം 558ഉം താലിയം 590. അതായത് അയണൈസേഷൻ എനർജി സാധാരണ താഴേക്ക് വരുമ്പോൾ കുറയാണ് വേണ്ടത്, പക്ഷെ ഇവിടെ 590 കൂടുകയാണ് ചെയ്യുന്നത്. സോ അതിൻ്റെ ഒരു കാരണം അവിടെ പുതുതായിട്ട് എഫ് ഇലക്ട്രോൺസ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. സോ എഫ് ഇലക്ട്രോൺസിന് വീക്ക് ഷീൽഡിംഗ് ആണ്, ഡീനെക്കാട്ടും വീക്ക് ഷീൽഡിംഗ് ആണ്. അത് കാരണം ആ ഇലക്ട്രോൺസിനെ കൂടുതലായിട്ട് ന്യൂക്ലിയസിൻ്റെ അടുത്തേക്ക് അട്രാക്റ്റ് ചെയ്ത് നിർത്തും. അതുകൊണ്ടാണ് അതിന് കൂടുതൽ എനർജി വേണ്ടി വരുന്നത്. ദെൻ കാർബൺ ഫാമിലിയിൽ നോക്കുകയാണെങ്കിൽ ഇതൊക്കെ ഫസ്റ്റ് അയണൈസേഷൻ എനർജി, സെക്കൻഡ് അയണൈസേഷൻ, തേർഡ് അയണൈസേഷൻ എനർജി, ഇതിൻ്റെയൊക്കെ സമ്മേഷനാണ് നമ്മൾ ഈ ഒരു നെറ്റ് അയണൈസേഷൻ എൻതാൽപ്പി എന്ന് പറയുന്നത്. സോ ഇവിടെ കാർബൺ ഫാമിലിയിൽ നോക്കുമ്പോൾ ഫസ്റ്റ് അയണൈസേഷൻ എനർജി കൺസിഡർ ചെയ്യുകയാണെങ്കിൽ കാർബൺ വളരെ കൂടുതലാണ്, ദെൻ കുറഞ്ഞു, വീണ്ടും കുറഞ്ഞു, ലാസ്റ്റിലാകുമ്പോഴേക്ക് കൂടി, ലെഡ് ആകുമ്പോഴേക്ക് കൂടി. സോ ഈ ലെഡ് ആകുമ്പോഴേക്ക് കൂടാനുള്ള കാരണം അവിടെ അയണൈസേഷൻ എൻതാൽപ്പി കൂടുതലായിട്ട് വേണ്ടി വരുന്നതിൻ്റെ കാരണം പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് എഫ് ഇലക്ട്രോൺസ്. സോ എഫ് ഇലക്ട്രോൺസിന് ഷീൽഡിംഗ് എഫക്റ്റ് വളരെ കുറവാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് കൂടുതൽ സ്പേസിൽ അത് ഡിസ്പേഴ്സ് ചെയ്ത് നിൽക്കുകയാണ്. അതായത് എഫ് സബ്ഷെൽ അതിൻ്റെ ആ ലോബ്സ് എല്ലാം ഒരുപാട് സ്പേസിലായിട്ട് അങ്ങനെ കിടക്കുകയാണ്. അപ്പം അതിന് എഫക്റ്റീവായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല. ന്യൂക്ലിയസിന് പുറത്തുള്ള ഇലക്ട്രോൺസിൻ്റെ ആ എഫ് സബ്ഷെൽ കൂടുതലായിട്ട് സ്ക്രീൻ ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ന്യൂക്ലിയസിന് പുറത്തുള്ള ആൾക്കാരെ കൂടുതലായിട്ട് പിടിച്ചു വലിക്കാൻ പറ്റും അതിൻ്റെ അടുത്തേക്ക്. ഓക്കെ, സോ ഏറ്റവും അധികം നമുക്ക് ഷീൽഡ് ചെയ്യാൻ പറ്റുന്നത് എസ് ആണ്, ദെൻ പി, ദെൻ ഡി, ദെൻ എഫ്. സോ എഫ് ദൂരത്ത് കിടക്കുന്നത് കൊണ്ട് അതിന് എഫക്റ്റീവായിട്ട് ഷീൽഡ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് ന്യൂക്ലിയസിന് കൂടുതൽ അട്രാക്റ്റ് ചെയ്ത് നിർത്താൻ പറ്റും ഇലക്ട്രോൺസിനെ. അതുകൊണ്ട് തന്നെ ഒരു ഇലക്ട്രോണിനെ എടുക്കാൻ വേണ്ടിയിട്ട്, ഔട്ടർമോസ്റ്റ് ഷെല്ലിലുള്ള ഒരു ഇലക്ട്രോണിനെ എടുക്കാൻ വേണ്ടിയിട്ട്, ഔട്ടർമോസ്റ്റ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ എടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് അധികം എനർജി കൊടുക്കേണ്ടി വരും. ഓക്കെ, ദെൻ ഇലക്ട്രോനെഗറ്റിവിറ്റി. സോ ഇലക്ട്രോനെഗറ്റിവിറ്റി അതിൻ്റെ ഡെഫിനിഷൻ നമുക്കറിയാം. സോ ഒരു ആറ്റത്തിന് അത് ബോണ്ടഡായിട്ട് കിടക്കുന്ന ആൾക്കാരുടെ ഇലക്ട്രോൺസിനെ പിടിച്ച് വലിക്കാനുള്ള കപ്പാസിറ്റിയാണ് അതിൻ്റെ ഇലക്ട്രോനെഗറ്റിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, സോ ജനറലി നമുക്കറിയാം സൈസ് കുറയുന്നതിനനുസരിച്ച്, അല്ലെങ്കിൽ പീരിയോഡിക് ടേബിളിൽ നമ്മൾ റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് പോകുമ്പോൾ
സൈസ് കുറയുന്നു, അതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടുകയും ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ വെൻ വി മൂവ് ഡൗൺ ഫ്രം ടോപ്പ് ടു ബോട്ടം സൈസ് കൂടിക്കൂടി വരുന്നുണ്ട്, അതിനനുസരിച്ച് ഇലക്ട്രോനെഗറ്റിവിറ്റി ഡിക്രീസ് ചെയ്യും. സോ ഇവിടെ ചെറിയൊരു അലൈൻമെൻറ്റിലുള്ളൊരു ഇഷ്യൂ വന്നിട്ടുണ്ട്. ഇത് ആക്ച്വലി കാർബൺ 2.5 സിലിക്കൺ 1.8 ആണ് കേട്ടോ. സോ ബോറോൺ, അലുമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയത്തിൽ 2.0, 1.5, 1.6, 1.7, 1.8 താഴേക്ക് വരുമ്പോഴേക്ക് ചെറുതായിട്ട് കൂടുകയാണ് ചെയ്യുന്നത്. നമ്മൾ വിചാരിച്ചതിനെക്കാട്ടും ഓപ്പോസിറ്റ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ഇവിടെയൊക്കെ. ഇതിൻ്റെയൊക്കെ കാരണം വരുന്നത് പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് ആണ്. പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ്. അത് കാരണം സൈസിലുള്ള പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ന്യൂക്ലിയസ് എഫക്റ്റീവായിട്ട് പുറത്തുള്ള ഇലക്ട്രോൺസിനെ അട്രാക്റ്റ് ചെയ്ത് നിർത്തുന്നു. അങ്ങനെ വരുമ്പോൾ ആ ഇലക്ട്രോനെഗറ്റിവിറ്റിയിലും അതിൻ്റെ ഒരു എഫക്റ്റ് റിഫ്ലക്റ്റ് ചെയ്യുന്നു. സോ ഇവിടെയൊക്കെ ബോറോൺ 2 ആണ്. ദെൻ താഴേക്ക് വരുമ്പോഴേക്ക് ആക്ച്വലി കുറയാണ് വേണ്ടത്. അലൂമിനിയത്തിലേക്ക് വന്നപ്പോൾ കുറഞ്ഞു, പക്ഷേ അലൂമിനിയത്തിൻ്റെ താഴേക്ക് വരുമ്പോഴാണ് ഡി ഇലക്ട്രോൺസും എഫ് ഇലക്ട്രോൺസും വരുന്നത്. അതിൻ്റെ പുവർ ഷീൽഡിങ് കാരണമാണ് ഇവിടെയൊക്കെ ഇലക്ട്രോനെഗറ്റിവിറ്റി കൂടി വരുന്നത്. ദെൻ കാർബണിൻ്റെ കേസിലും അതെ. കാർബണിൻ്റെ കേസിൽ കാർബൺ 2.5, അത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളതെല്ലാം ഓൾമോസ്റ്റ് സിമിലറാണ്. സിലിക്കൺ 1.8, ജെർമേനിയം 1.8, ടിൻ 1.8, ലെഡ് 1.9. സോ ഇവിടെ ലെഡിൻ്റെ കേസിൽ എഫ് ഇലക്ട്രോൺസും കൂടെ വരും. ജെർമേനിയം മുതൽ ഇങ്ങോട്ടേക്ക് ഡി ഇലക്ട്രോൺസിൻ്റെ എഫക്റ്റ് വരും. സോ ഈ ഡി ഇലക്ട്രോൺസിൻ്റെയും എഫ് ഇലക്ട്രോൺസിൻ്റെയും പുവർ ഷീൽഡിങ് കാരണമാണ് ഈ ഒരു ഇറഗുലർ ട്രെൻഡ് വരുന്നത്. ദെൻ മെറ്റാലിക് ക്യാരക്ടർ. സോ ഞാൻ ഫസ്റ്റ് സ്ലൈഡിൽ തന്നെ പറഞ്ഞിരുന്നു, ബോറോൺ ഒരു മെറ്റലോയിഡാണ്. അതിന് മെറ്റലോയിഡ് എന്ന് പറയുമ്പോൾ നോൺ മെറ്റാലിക് ക്യാരക്ടേഴ്സും മെറ്റാലിക് ക്യാരക്ടേഴ്സും രണ്ടും ഉണ്ടാവും. സോ ബോറോണിൻ്റെ കേസിൽ ഇവിടെ നോൺ മെറ്റാലിക് ക്യാരക്ടറാണ് കൂടുതലുണ്ടാവുക. ബാക്കിയുള്ള എല്ലാ ആൾക്കാരും മെറ്റൽസ് ആണ്. അതിൽ തന്നെ ഇലക്ട്രോ പോസിറ്റീവ് നാച്ചുർ ആക്ച്വലി അലൂമിനിയം, ഗാലിയം, ഇൻഡിയം, താലിയം താഴേക്ക് വരുമ്പോഴേക്ക് ആക്ച്വലി അതിൻ്റെ ഇലക്ട്രോ പോസിറ്റീവ് ക്യാരക്ടർ കുറഞ്ഞ് വരിക, അല്ലെങ്കിൽ ഓൾമോസ്റ്റ് ഈക്വലായിട്ട് വരികയാണ്. പക്ഷേ ബോറോൺ ടു അലൂമിനിയം നോക്കുമ്പോഴേക്ക് മെറ്റാലിക് നാച്ചർ അല്ലെങ്കിൽ ഇലക്ട്രോ പോസിറ്റീവ് നാച്ചർ കൂടും. അതിനുശേഷം ഓൾമോസ്റ്റ് സിമിലർ ആയിട്ടാണ് വരുന്നത്. സിമിലറായിട്ട് വരാനുള്ള കാരണമൊക്കെ ഈ പുവർ ഷീൽഡിങ് എഫക്റ്റ് തന്നെയാണ്. ദെൻ കാർബൺ ഫാമിലിയിൽ നോക്കുമ്പോൾ കാർബൺ ഫാമിലിയിൽ കാർബൺ ഇസ് എ നോൺ മെറ്റൽ, സിലിക്കൺ, ജെർമേനിയം സെമി മെറ്റൽ അല്ലെങ്കിൽ മെറ്റലോയിഡ്, ദെൻ ടിൻ, ലെഡ് എന്ന് പറയുന്നത് രണ്ടും മെറ്റൽസ് ആണ്. ഓക്കെ. ദെൻ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ നമുക്കറിയാം ബോറോൺ ഫാമിലിയിൽ NS2Np1. സോ ഒരു ഇലക്ട്രോൺ പിയിലുള്ള ഒരു ഇലക്ട്രോൺ പോവാം, അതല്ലെങ്കിൽ ടോട്ടൽ ഇലക്ട്രോൺസ് പോവാം. എസിൽ നിന്ന് 2 ഇലക്ട്രോൺസ് പോവാം, പിയിൽ നിന്ന് 1 ഇലക്ട്രോൺസും പോവാം. സോ NS2Np1 കോൺഫിഗറേഷനിൽ 1 ഇലക്ട്രോൺ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ +1 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ടോട്ടൽ 3 ഇലക്ട്രോൺസും, അതായത് വാലൻസ് ഷെല്ലിലുള്ള 3 ഇലക്ട്രോൺസും പോയാൽ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് വരാം. സോ ബോറോൺ ഫാമിലിയിൽ +1ഉം +3ഉം ആണ് കോമൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഉള്ളത്. അതിൽ തന്നെ നമ്മൾ ഗ്രൂപ്പിൽ നിന്ന് താഴോട്ടേക്ക് വരുമ്പോൾ ഇന്നർ, അതായത് വാലൻസ് ഷെല്ലിലുള്ള എസ് സബ് ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് ഇനേർട്ടായിട്ട് മാറും. ഓക്കെ. സോ അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ എസ് ഇലക്ട്രോൺസ്, അതായത് ഇവിടെ ഈ ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ന്യൂക്ലിയസ് എസ് ഇലക്ട്രോൺസിനെ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് അട്രാക്റ്റ് ചെയ്ത് നിർത്തിയിട്ടുണ്ടാവും. സോ ന്യൂക്ലിയസിൻ്റെ അട്രാക്ഷൻ ഉള്ളത് കാരണം എസ്സിലുള്ള ഇലക്ട്രോൺസ് പുറത്തേക്ക് ജമ്പ് ചെയ്യാനുള്ള ടെൻഡൻസി കുറവാണ്. അതായത് ഗ്രൂപ്പിൽ നിന്ന് ഏറ്റവും താഴേക്ക് വരുമ്പോഴേക്ക്, ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ പുവർ ഷീൽഡിംഗ് എഫക്റ്റ് ഓഫ് ഡി ആൻഡ് എഫ് ഇലക്ട്രോൺസ് കാരണം എസ് സബ്ഷെല്ലിലുള്ള ഇലക്ട്രോൺസ് മോർ അട്രാക്റ്റഡ് ടുവേർഡ്സ് എ ന്യൂക്ലിയസ്. അതുകൊണ്ട്
അത് റിയാക്ഷനിൽ പങ്കെടുക്കാൻ അല്ലെങ്കിൽ അത് നഷ്ടപ്പെടാൻ സാധ്യത കുറവാണ്. അതുകൊണ്ട് താഴേക്ക് വരുമ്പോഴേക്ക് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും പ്രിഡോമിനൻ്റ് ആയിട്ടുണ്ടാവുക. അതായത് താഴേക്ക് വരുമ്പോഴേക്ക് +3 +1 +1 ആയിരിക്കും കോമൺ ആയിട്ടുണ്ടാവുക. കാരണം ഉള്ളിലുള്ള അതായത് എസ്സിലുള്ള ഇലക്ട്രോൺസ് ഇനേർട്ടായി നിൽക്കുകയാണ്. ഈ എഫക്റ്റിന് പറയുന്ന പേരാണ് ഇനേർട്ട് പെയർ എഫക്റ്റ്. അതായത് ഗ്രൂപ്പിൽ നിന്ന് ഫ്രം ടോപ്പ് ടു ബോട്ടം വരുമ്പോൾ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റ് അതിൻ്റെ സ്റ്റെബിലിറ്റി കുറയുന്നു. അതായത് മേലുള്ള മെമ്പേഴ്സിനൊക്കെ ബോറോൺ അലൂമിനിയത്തിനൊക്കെ +3 സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണ്. പക്ഷേ താഴേക്ക് വരുമ്പോഴേക്ക് എസ് ഇലക്ട്രോൺസ് വിട്ടുകൊടുക്കാത്തത് കാരണം +3ൻ്റെ സ്റ്റെബിലിറ്റി കുറയുകയും +1ൻ്റെ സ്റ്റെബിലിറ്റി ആയിരിക്കും കൂടുതലായിട്ടുണ്ടാവുക. സോ ഇൻഡിയം താലിയം ഒക്കെ താലിയം +1 ആയിട്ട് നിൽക്കാനാണ് കൂടുതൽ സ്റ്റെബിലിറ്റി ഉള്ളത് റാദർ ദാൻ +3 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബോറോണിൻ്റെ കേസിൽ ബോറോണിന് ഒരു -3 ഓക്സിഡേഷൻ കൂടെ പറയുന്നുണ്ട്. അത് ബോറൈഡ് ആയിട്ട് നിൽക്കുമ്പോഴാണ്. മഗ്നീഷ്യം ബോറൈഡിലൊക്കെ -3 ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നുണ്ട്. ദെൻ ഗ്രൂപ്പ് 14 നോക്കുകയാണെങ്കിൽ നമുക്ക് ഇവിടെ NH2NP2 ആണ്. സോ NH2NP2 എന്ന് പറയുമ്പോൾ പുറത്തുള്ള പിയിലുള്ള 2 ഇലക്ട്രോൺസ് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. എല്ലാ ഇലക്ട്രോൺസും പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ +4 ഓക്സിഡേഷൻ സ്റ്റേറ്റ്. ബോറോൺ ഫാമിലിയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെയും ഇനേർട്ട് പെയർ എഫക്റ്റ് ഉണ്ട്. അതായത് താഴോട്ടേക്ക് വരുമ്പോഴേക്ക് എസ്സിലുള്ള ഇലക്ട്രോൺസ് ഇനേർട്ടായിട്ട് നിൽക്കും. അത് പുറത്തേക്ക് പോവില്ല. പുറത്തേക്ക് പോവാതിരിക്കുമ്പോൾ പിയിലുള്ള 2 ഇലക്ട്രോൺസ് മാത്രമേ വിട്ടുകൊടുക്കുള്ളൂ. അതുകൊണ്ട് +2 ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആയിരിക്കും ഗ്രൂപ്പിൽ താഴത്തെ മെമ്പേഴ്സിൻ്റെ സ്റ്റേബിൾ ആയിട്ടുള്ള ഓക്സിഡേഷൻ സ്റ്റേറ്റ്. സോ ടോപ്പിൽ ഹയർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ബോട്ടം വരുമ്പോഴേക്ക് ലോവർ ഓക്സിഡേഷൻ സ്റ്റേറ്റും ആയിരിക്കും സ്റ്റേബിൾ ആയിട്ടുണ്ടാവുക. അതുകൊണ്ടാണ് കാർബണിൽ +4 ഉണ്ട്, -4 ഉണ്ട്, സിലിക്കണിൽ +4. ദെൻ ജെർമേനിയം ടിൻ ലെഡിന് +4 +2 ഉണ്ട്. പക്ഷേ +2 ആയിരിക്കും സ്റ്റേബിൾ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഡ്യൂ ടു ഇനേർട്ട് പെയർ എഫക്റ്റ്. ഓക്കെ, സോ ഇത് ഇനേർട്ട് പെയർ എഫക്റ്റിൻ്റെ ഒരു ഇമേജ് കൊടുത്തിരിക്കുകയാണ്. സോ ന്യൂക്ലിയസ് ആണിത്. ഓക്കെ, സോ ന്യൂക്ലിയസിൽ ഔട്ടർ ഇലക്ട്രോൺസിന് ഈ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ന്യൂക്ലിയസിന് അതിൻ്റെ അടുത്തേക്ക് പിടിച്ചു വലിക്കാൻ കഴിയും. സോ അതിൽ എസ് ഇലക്ട്രോൺസ് ആണ് ആദ്യം വരുന്നത്. അത് കഴിഞ്ഞിട്ടാണ് പി വരുന്നത്, അവസാനമാണ് പി വരുന്നത്. സോ എസ് ഇലക്ട്രോൺസ് കുറച്ചുകൂടെ ന്യൂക്ലിയസിലേക്ക് അട്രാക്റ്റ് ചെയ്യുന്നത് കൊണ്ട് ആ ഇലക്ട്രോൺസ് പുറത്തേക്ക് പോകാനുള്ള ടെൻഡൻസി കുറവാണ്. ഓക്കെ, ദെൻ മെൽറ്റിംഗ് പോയിൻ്റ് ആൻഡ് ബോയിലിംഗ് പോയിൻ്റ്. സോ നമുക്കറിയാം പൊതുവെ മെൽറ്റിംഗ് പോയിൻ്റ് ബോയിലിംഗ് പോയിൻ്റ് ഒക്കെ മെറ്റാലിക് ബോണ്ട് കാരണമാണ്. അത് വെച്ചാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുക. സോ പൊതുവെ ചെറിയ ആൾക്കാർക്ക് കൂടുതൽ ബോണ്ടിങ് ഉണ്ടാവും. അതുകൊണ്ട് അത് മെൽറ്റ് ചെയ്യാനോ അത് ബോയിൽ ചെയ്യാനോ അധികം ടെമ്പറേച്ചർ കൊടുക്കേണ്ടതായിട്ട് വരും. സോ ഗ്രൂപ്പിൽ മുകളിലുള്ള ആൾക്കാർക്ക് ബോയിലിംഗ് പോയിൻറ്റും മെൽറ്റിംഗ് പോയിൻറ്റും കൂടുതലായിരിക്കും. താഴേക്ക് വരുന്നതിനനുസരിച്ച് സൈസ് കൂടുന്നതിനനുസരിച്ച് മെറ്റാലിക് ബോണ്ട് വീക്കാവും. സോ ബോണ്ടിങ് വീക്കാവുമ്പോൾ എളുപ്പത്തിൽ മെൽറ്റ് ചെയ്യിക്കാം, എളുപ്പത്തിൽ ബോയിൽ ചെയ്യിപ്പിക്കാം, കുറച്ച് ടെമ്പറേച്ചർ മതി. പക്ഷേ ഇവിടെ നിങ്ങൾ നോക്കുമ്പം ബോയിലിംഗ് പോയിൻറ്റിൽ നമുക്കൊരു റെഗുലർ ട്രെൻഡാണ് കാണുന്നത്. ബോയിലിംഗ് പോയിൻറ്റിൽ ഇവിടെ ആദ്യത്തത് മെൽറ്റിംഗ് പോയിൻറ്റും രണ്ടാമത്തത് ബോയിലിംഗ് പോയിൻ്റാണ്. അത് സ്ലൈഡ് വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. ഇത് ബോയിലിംഗ് പോയിൻ്റാണ്. ഓക്കെ, ഇത് ബോയിലിംഗ് പോയിൻ്റാണ് കേട്ടോ. സോ ഇവിടെ കാർബൺ ഫാമിലിയിൽ നോക്കുമ്പോൾ നമുക്ക് ഒരു ഇറഗുലർ ട്രെൻഡാണ് കാണുന്നത്. പക്ഷേ ബോറോൺ ഫാമിലിയിൽ ബോയിലിംഗ് പോയിൻറ്റിൽ റെഗുലർ ട്രെൻഡാണ്, മെൽറ്റിംഗ് പോയിൻറ്റിൽ ഇറഗുലർ ട്രെൻഡാണ്. ഇതിൻ്റെയൊക്കെ കാരണം ഇതിൻ്റെ ക്രിസ്റ്റൽ സ്ട്രക്ചർ ഒരു വിഷയമാണ്. അതേപോലെ തന്നെ ഈ സൈസ് ഞാൻ പറഞ്ഞു, പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം ഇതിൻ്റെ സൈസിൽ ഇറഗുലർ ആയിട്ടുള്ളൊരു ട്രെൻഡാണുള്ളത്.
ദെൻ ഇതിൻ്റെ ഏത് ക്രിസ്റ്റൽ സ്ട്രക്ചറാണ് ഇരിക്കുന്നത്? അത് നമ്മൾ ഇതിൻ്റെ മുമ്പേ ആൽക്കലൈൻ എർത്ത് മെറ്റലിൽ HCPയും അങ്ങനെ പല ക്രിസ്റ്റൽ അറേഞ്ച്മെൻറ്റ് കാരണം അത് എഫക്റ്റീവായിട്ടുള്ള അതിൻ്റെ ഇലക്ട്രോൺസും കാര്യങ്ങളൊക്കെ ഒക്കുപ്പൈ ചെയ്തിരിക്കുന്നതാണെങ്കിൽ, ക്ലോസ് ബാക്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് പോലെയൊക്കെ ആണെങ്കിൽ അതിൻ്റെ മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻറ്റിനൊക്കെ ആ ഒരു സ്ട്രക്ചർ, ആ ക്രിസ്റ്റൽ ലാറ്റിസിലുള്ള അതിൻ്റെ ഒരു സ്ട്രക്ചർ മെൽറ്റിംഗ് പോയിൻറ്റിനെയും ബോയിലിംഗ് പോയിൻറ്റിനെയും സ്വാധീനിക്കുന്നുണ്ട്. സോ ക്രിസ്റ്റൽ സ്ട്രക്ചേഴ്സും പുവർ ഷീൽഡിംഗ് എഫക്റ്റുമാണ് ഇവിടെയുള്ള ഒരു ഇറഗുലർ ട്രെൻഡിൻ്റെ കാരണം. ഓക്കെ, ദെൻ കാറ്റിനേഷൻ ഓർ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. കാറ്റിനേഷൻ ഓർ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി ഇത് ഏറ്റവും കൂടുതൽ നമുക്ക് കാർബൺ ഫാമിലിയിലാണ് കാണുന്നത്. സോ പ്രധാനമായിട്ടും നമുക്കറിയാം, നമ്മൾ ഓർഗാനിക് കോമ്പൗണ്ട്സ് ഒരുപാട് പഠിക്കുന്നതാണ്. സോ അവിടെയൊക്കെ കാർബൺ ബോണ്ടുകൾ. സോ എന്തുകൊണ്ടാണ് ഇതേപോലെ ഒരു എലമെൻറ്റ് സെൽഫായിട്ട്, അതായത് അതേ ആറ്റവുമായിട്ട് തന്നെ ലിങ്കേജ് വരുന്നതാണ് ഈ സെൽഫ് ലിങ്കിങ് പ്രോപ്പർട്ടി. അതിനാണ് കാറ്റിനേഷൻ എന്ന് പറയുക. സോ നമുക്കറിയാം കാർബൺ സിംഗിൾ ബോണ്ട് കാർബൺ, അതേമാതിരി കാർബൺ ഡബിൾ ബോണ്ട്, അങ്ങനെ കാർബണ് സിംഗിൾ ആൻഡ് ഡബിൾ ബോണ്ടായിട്ട് സെയിം കാർബണുമായിട്ട് തന്നെ ഒരുപാട് ബോണ്ടിങ്, അത് സ്റ്റേബിളാണ്. എന്നിട്ട് ബോണ്ടിങ് നടന്നിട്ട് അത് ലോങ് ചെയിൻസ് ആയിട്ടും റിങ്സ് ഒക്കെ ആയിട്ട് കാർബണിന് എക്സിസ്റ്റൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാർബണിന് കൂടുതലാണെന്ന് പറയാൻ കാരണം. ഇതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പി വളരെ കൂടുതലാണ് കാർബൺ ബോണ്ടിന്. സോ ഇത്ര 348 കിലോജൂൾ പെർ മോൾ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ മാത്രമേ കാർബൺ ബോണ്ട് ബ്രേക്ക് ആവുള്ളൂ. സോ അത്രയും സ്റ്റെബിലിറ്റി ഉണ്ടെന്നാണ് അതിൻ്റെ അർത്ഥം. സോ അതുകൊണ്ട് തന്നെ കാർബൺ ഒരുപാട് സെൽഫ് ലിങ്കിങ് നടന്നിട്ട് അത് ലോങ് ചെയിൻസ് ആയിട്ടും അത് റിംഗ് കോമ്പൗണ്ട്സ് ആയിട്ടും എക്സിസ്റ്റ് ചെയ്യും. സോ ബ്രാഞ്ച്ഡ് ആയിട്ടുള്ള നമുക്ക് ഒരുപാട് കാർബൺ ചെയിനുകളുണ്ട്, ലീനിയർ ചെയിൻ ഉണ്ട്, ദെൻ റിംഗ് ആയിട്ടുള്ള കൺഫർമേഷൻസ് ഉണ്ട്. സോ കാറ്റിനേഷൻ പ്രോപ്പർട്ടി കാർബണിന് വളരെ വളരെ കൂടുതലാണ് ദാൻ സിലിക്കൺ, ദാൻ ജെർമേനിയം, ദാൻ ടിൻ. സോ ഇതിൻ്റെയൊക്കെ ബോണ്ട് ഡിസോസിയേഷൻ എൻതാൽപ്പിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സോ സിലിക്കൺ കുറച്ചുകൂടെ കാറ്റിനേഷൻ പ്രോപ്പർട്ടി ഉള്ളത് കൊണ്ടാണ് അത് സിലിക്കണിൻ്റെ കോമ്പൗണ്ട്സ് എക്സിസ്റ്റ് ചെയ്യുന്നത്. ടിൻ ലെഡിലേക്കൊക്കെ വരുമ്പോഴേക്ക് അത് പരസ്പരം ലിങ്കേജ് ആയിട്ട് കിടക്കുന്ന അതിൻ്റെ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അത് പെട്ടെന്ന് തന്നെ ബ്രേക്കായി പോകുമ്പം സെൽഫ് ലിങ്ക്ഡ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് അതിനുണ്ടാവില്ല. ഓക്കെ, ദെൻ അലോട്രോപ്പി എന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരേ എലമെൻറ്റ് തന്നെ പല ഡിഫറെൻ്റ് അറേഞ്ച്മെൻറ്റിലൂടെ പല സ്ട്രക്ചേഴ്സിൽ കാണപ്പെടുന്നതാണ് നമ്മൾ അലോട്രോപ്പി എന്ന് പറയാം. സോ ഇവിടെയും കാർബണിന് ഓൾമോസ്റ്റ് 8 ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് അലോട്രോപ്സ് ഉണ്ട്. അതിൽ വരുന്നതാണ് ഡയമണ്ട്, ഗ്രാഫൈറ്റ്, ലോൺസ്ഡാലേറ്റ്, ബക്മിനിസ്റ്റർ ഫ്ലറിൻസ്, അതായത് ഇതൊക്കെ കുറച്ചുകൂടെ നാനോ റേഞ്ചിലേക്ക് വരുന്നതാണ് ഈ ഭാഗങ്ങളൊക്കെ. ദെൻ ഫുളറൈറ്റ്, C70, അമോർഫസ് കാർബൺ, സിംഗിൾ വോൾഡ് കാർബൺ, നാനോ ട്യൂബ്. സോ ഇവിടെയൊക്കെ കാർബൺ തന്നെയാണ്. കാർബൺ പല രീതിയിൽ കമ്പൈൻ ചെയ്തിട്ട് ഇപ്പോൾ ഇവിടെ നോക്കുക, C70 ഡിഫറെൻറ്റ് ടൈപ്സ്, ഡിഫറെൻറ്റ് കാർബൺസ്, ദെൻ 70 കാർബൺസ് അറേഞ്ച് ചെയ്തിട്ടുള്ള ഡിഫറെൻറ്റ് അറേഞ്ച്മെൻറ്റ്സ്. അവിടെ പെൻറ്റഗൺസും ഹെക്സഗൺസും ആയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്. ഇവിടെ C60 60 കാർബൺ. സോ ഇവിടെയൊക്കെ ഒരേ എലമെൻറ്റ് തന്നെ പല ഫോംസിൽ എക്സിസ്റ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയും. ഓക്കെ, സോ കാർബൺസ് ഇത്തരത്തിലുള്ള അലോട്രോപ്സ് ഉണ്ട്. ദെൻ 2 അലോട്രോപ്സ് കാണിക്കുന്ന ഒരാളാണ് ടിന്നിന് ബീറ്റ ഫേസ് അല്ലെങ്കിൽ വൈറ്റ് ടിൻ ഉണ്ട്. അതിന് ടെട്രാഗണൽ സ്ട്രക്ചറാണ്. ദെൻ ഗ്രേ ടിൻ ഉണ്ട്, ആൽഫ ഫേസ് എന്ന് പറയുന്നത്, അത് ക്യൂബിക് സ്ട്രക്ചറാണ്. സോ ഇവിടെയൊക്കെ ഇത് നോക്കുക, 13 ഡിഗ്രിയിൽ ഇതിൻ്റെ ഫേസ് ട്രാൻസ്ഫർ നടക്കും. അതായത് വൈറ്റ് ഗ്രേ ആയിട്ടും ഗ്രേ
Y2 ആയിട്ട് മാറാനുള്ള ട്രാൻസിഷൻ ടെമ്പറേച്ചർ 13 ഡിഗ്രിയാണ്. ഓക്കെ, സോ ഒരേ ആൾ തന്നെ പല അറേഞ്ച്മെൻറ്റിൽ പലതായിട്ട് നിൽക്കുക, പല രീതിയിൽ നിൽക്കുന്നതിനാണ് നമ്മൾ അലോട്രോപ്സ് എന്ന് പറയുക. ഇതേപോലെ ബോറോണിൻ്റെ ഒരു അലോട്രോപ്പാണ് ഇക്കോസഹെഡ്രോൺ. ഇക്കോസഹെഡ്രോൺ എന്ന് പറയുന്നത് ഒരു ടൈപ്പിലുള്ള അറേഞ്ച്മെൻ്റാണ് B12. ഓക്കെ, സോ ഇതാണ് ബോറോണിൻ്റെ ഒരു അലോട്രോപ്പ് എന്ന് പറയുന്നത്. സോ 12 ബോറോൺ ആറ്റംസ് ചേർന്ന് നിൽക്കുന്ന ഒരു ഫോം. ഓക്കെ, സോ ഇത്രയുമാണ് ഇന്നത്തെ ക്ലാസ്സിൽ എടുക്കാൻ വിചാരിച്ചത്. സോ കാർബൺ ഫാമിലി, ബോറോൺ ഫാമിലി രണ്ടും കൂടെ കമ്പയർ ചെയ്തിട്ടാണ് ഇന്നത്തെ ക്ലാസ് എടുത്തിട്ടുള്ളത്. സോ ഇതിൽ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടതുള്ളത് ഇവിടെ ഷീൽഡിങ് എഫക്റ്റ്, അതായത് F ഇലക്ട്രോൺസിൻ്റെയും D ഇലക്ട്രോൺസിൻ്റെയും ഇൻ്റർവെൻഷൻ വരുന്നത് കൊണ്ട് അതിൻ്റെ പുവർ ഷീൽഡിങ് എഫക്റ്റ് കാരണം നമ്മൾ ആൽക്കലി മെറ്റൽസിലോ ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലോ പറയുന്ന പോലുള്ള റെഗുലർ ട്രെൻഡ് പലപ്പോഴും ഇതിൽ വരുന്നില്ല. അതുകൊണ്ട് തന്നെയുള്ള ഇറഗുലാരിറ്റി ഒരുപാട് പ്രോപ്പർട്ടീസിൽ റിഫ്ലക്റ്റ് ചെയ്യുന്നതായിട്ട് കാണാം. സോ ആ ഒരു ഇറഗുലറായിട്ട് വരുന്ന ആ ട്രെൻഡ് അല്ലെങ്കിൽ ഒരു അബ്നോർമാലിറ്റി ഉള്ള സ്ഥലം അത് ശ്രദ്ധിച്ച് അത് നോട്ട് ചെയ്തിട്ട് പഠിക്കാം. ഓക്കെ, സോ എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. താങ്ക് യു.